നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ AC ജനറേറ്റർ, DC ജനറേറ്റർ എന്നിങ്ങനെ ജനറേറ്ററുകൾ രണ്ട് ടൈപ്പിലുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ടൈപ്പായ AC ജനറേറ്ററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? AC ജനറേറ്ററിൻ്റെ ഘടന പറഞ്ഞു, ശരിയല്ലേ? അത് കഴിഞ്ഞ ശേഷം അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. പ്രവർത്തനം ചെറിയ രീതിയിൽ പറഞ്ഞു. ഒരു കാര്യം അവിടെ ബാക്കിയായി, പറയാൻ വേണ്ടിയിട്ട് ബാക്കിയായി. എന്തായിരുന്നു? അവിടെ ഉണ്ടാകുന്ന കറണ്ട്, അവിടെ കറണ്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയതാണ് നമ്മൾ. പ്രേരിത വൈദ്യുതി ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ കറണ്ട് എങ്ങനെ AC ആയി, അതായത് ദിശ മാറുന്ന കറണ്ട് ആയത് എങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞില്ല. അത് ഇന്നത്തെ ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിയതായിരുന്നു. അപ്പോൾ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇതാണ് നമ്മുടെ AC ജനറേറ്ററിന്റെ ഘടന. ഇതെന്താണ്? ഇതാണ് നമ്മുടെ ഫീൽഡ് കാന്തം. എന്തിനാ? ഫ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതെന്താണ്? ഇത് ആർമേച്ചർ. എന്തിനാ? ഇതിന്റെ ഫ്ലക്സിനെ ഛേദിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഫ്ലക്സിനെ ആർമേച്ചർ ഛേദിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? പ്രേരിത EMF ഉണ്ടാവുള്ളൂ. അതുവഴി പ്രേരിത കറണ്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിന്റെ ഫ്ലക്സിനെ ഛേദിക്കാൻ വേണ്ടിയിട്ടാണ് ആർമേച്ചർ. ആർമേച്ചറിനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഛേദിക്കത്തില്ലല്ലോ. ആർമേച്ചറിന് ചലനം സംഭവിക്കണം, അല്ലെ? അപ്പൊ ആർമേച്ചറിനെ നമ്മൾ തിരിക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സ്ലിപ്പ് റിങ്ങുകൾ. ഓക്കെ, ഇനി അങ്ങനെ തിരിക്കുമ്പോൾ ഫ്ലക്സ്, ഇതിന്റെ അടുക്കുള്ള ഫ്ലക്സിനെ നമ്മുടെ ഫീൽഡ് കാന്തം ഉണ്ടാക്കുന്ന ഫ്ലക്സിനെ ആർമേച്ചർ ഛേദിക്കുന്നു. അതുവഴി ആർമേച്ചറിൽ പ്രേരിത EMF ഉണ്ടാകും, കറണ്ട് ഉണ്ടാകും. ആ കറണ്ടിനെ ബാഹ്യ സർക്യൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സംവിധാനമാണ് ഗ്രാഫൈറ്റ് ബ്രഷുകൾ. ഇതാണ് ബാഹ്യ സർക്യൂട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ പറഞ്ഞു ആർമേച്ചറിന്, ഇതാണ് ആർമേച്ചറിനെ തിരിക്കുന്ന അക്ഷം. ഈ അക്ഷത്തിൽ ആർമേച്ചറിനെ നമ്മൾ ഇങ്ങനെ തിരിക്കുമ്പോൾ ആർമേച്ചറിൽ കറണ്ട് ഉണ്ടാകുന്നു, പ്രേരിത EMF ഉണ്ടാകുന്നു. ആ കറണ്ട് എങ്ങനെ AC ആയി? അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോ ഞാൻ ഇതിന് വായിക്കാണ്. ഇത് നമുക്ക് ആവശ്യമില്ല. അതിന് മുമ്പ് ഇത് അറിയണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതുകൂടി പറഞ്ഞാലേ നമുക്ക് ഇത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഉണ്ടാകുന്ന EMF അല്ലെങ്കിൽ കറണ്ട് എങ്ങനെ AC ആയി? AC എന്ന് പറഞ്ഞാൽ ദിശ മാറുന്ന കറണ്ടായി. ഇത് എങ്ങനെ എന്നറിയണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ കുഞ്ഞോള് മനസ്സിന്റെ ഉള്ളിൽ തറപ്പിച്ചു വെക്കണം. ഒന്ന്, പ്രേരിത EMFന്റെ ദിശ മാറ്റാൻ രണ്ട് വഴികളാണുള്ളത്, അല്ലെ? പ്രേരിത EMFന്റെ, പ്രേരിത കറണ്ടിന്റെ ദിശ മാറ്റാൻ രണ്ട് വഴികൾ. ഒന്ന്, കാന്തിക മണ്ഡലത്തിന്റെ ദിശ മാറ്റുക. രണ്ട്, ചാലകത്തിന്റെ ചലന ദിശ മാറ്റുക. ഇതില് ആദ്യത്തത് നമ്മൾ ചെയ്യുന്നില്ല. കാന്തിക മണ്ഡലത്തിന്റെ ദിശ മാറ്റണമെങ്കിൽ ഈ നോർത്ത് ഇവിടെ ആവണം, സൗത്ത് ഇവിടെ ആവണം. അതായത് നമ്മൾ കാന്തത്തിന് മാറ്റിക്കൊണ്ടിരിക്കണം, തിരിച്ചു വെച്ചുകൊണ്ടിരിക്കണം. അത് നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല. അതായത് കാന്തിക മണ്ഡലത്തിന്റെ ദിശ മാറ്റിയിട്ട് നമ്മൾ ഉണ്ടാകുന്ന EMFന്റെ ദിശ മാറ്റുന്നില്ല. പിന്നെയോ ചാലകത്തിന്റെ ചലന ദിശയാണ് നമ്മൾ മാറ്റുന്നത്. ഇത് പിന്നീട് പറയാം. ഓക്കെ, ചാലകത്തിന്റെ ചലന ദിശ മാറ്റിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്, എന്ത് ചെയ്യുന്നത്? EMFന്റെ ദിശ മാറ്റുന്നത്. EMFന്റെ ദിശ മാറുമ്പോഴാണ് അത് AC ആവുന്നത്. അപ്പൊ അവിടെ മനസ്സിലാക്കി വെച്ചല്ലോ, ഇവിടെ ഉണ്ടാകുന്ന കറണ്ടിനെ AC ആക്കുന്നത്, അതായത് ദിശ മാറ്റുന്ന കറണ്ടാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ചാലകത്തിന്റെ ചലന ദിശ മാറ്റിയിട്ടാണ്, കാന്തിക മണ്ഡലത്തിന്റെ ദിശ മാറ്റിയിട്ടല്ല. രണ്ട്, ഈ ഉണ്ടാകുന്ന EMFന്റെ അളവ് കൂട്ടാൻ 3 വഴികൾ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒന്ന്, ചലന വേഗത കൂട്ടുക, ശക്തി കൂടിയ കാന്തം ഉപയോഗിക്കുക, ചുറ്റുകളുടെ എണ്ണം കൂട്ടുക. ഈ 3 എണ്ണമല്ല നമ്മൾ EMFന്റെ അളവ് കൂട്ടാൻ വേണ്ടി പറഞ്ഞത്. എങ്ങനെയാണ് ഈ 3 എണ്ണം ചെയ്യുമ്പോഴും EMFന്റെ അളവ് കൂടുന്നത് എന്നറിയാവോ നിങ്ങൾക്ക്? അത് പറഞ്ഞിട്ടില്ല നമ്മൾ. EMFന്റെ അളവ് എന്തുകൊണ്ടാണ് കൂടി എന്ന് പറഞ്ഞിട്ടില്ല.
ആ മൂന്നെണ്ണം ചെയ്യുമ്പോൾ EMFന്റെ അളവ് കൂടുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ട് കൂടി എന്ന് പറഞ്ഞിട്ടില്ല. അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്തിനറിയാവോ, എങ്ങനെയാ EMF ഉണ്ടായത്? EMF ഉണ്ടാകുന്നത് ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുമ്പോഴാണ്. ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുമ്പോഴാണ് EMF ഉണ്ടാകുന്നത്. ഓക്കെ, ആ ഫ്ലക്സിനുണ്ടാകുന്ന വ്യതിയാനം കൂടുതലാണെങ്കിൽ EMF കൂടുതലാണ്, ഫ്ലക്സിനുണ്ടാകുന്ന വ്യതിയാനം കുറവാണെങ്കിൽ EMF കുറവാണ്. നോക്കിക്കോ, അതിന് ഒരു വഴി നോക്കിക്കോ. ഞാൻ നേരത്തെ പറഞ്ഞ 3 വഴി ഒന്ന് നോക്കിക്കോ. നമ്മൾ കോയിൽ എടുത്തിട്ട് ആ കോയിലിലേക്ക് ചെറിയൊരു കാന്തം, ശക്തി കുറഞ്ഞ കാന്തം നമ്മൾ പ്രവേശിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇതിലാകെ 10 ഫ്ലക്സേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് അതിനെ പ്രവേശിപ്പിക്കുമ്പോൾ ഈ 10 ഫ്ലക്സിനെയാണ് ഈ കോയിൽ ഛേദിക്കുന്നത്. അതേസമയം നമ്മൾ ശക്തി കൂടിയൊരു കാന്തം ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ഫ്ലക്സിന്റെ എണ്ണം കൂടും. ഇവിടെ 100 ഫ്ലക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിനെ പ്രവേശിപ്പിക്കുമ്പോൾ 1 സെക്കൻഡിൽ 10 ഫ്ലക്സിനാണ് വ്യതിയാനം ഉണ്ടാകുന്നത്. ഇതിനെ പ്രവേശിപ്പിക്കുമ്പോഴോ 1 സെക്കൻഡിൽ 100 ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടാകും. ഇതിനെ പ്രവേശിപ്പിക്കുമ്പോൾ 1 സെക്കൻഡിൽ 10 ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടാകും. ഇതിനെ പ്രവേശിപ്പിക്കുമ്പോഴോ 1 സെക്കൻഡിൽ 100 ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടാകും. അപ്പൊ ഇവിടെയും ഫ്ലക്സിനുണ്ടാകുന്ന വ്യതിയാന നിരക്ക് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ ഫ്ലക്സിന് എത്രത്തോളം വ്യതിയാനം ഉണ്ടാകുന്നു. ആ വ്യതിയാന നിരക്ക് ഇവിടെയാണോ കൂടുതൽ, ഇവിടെയാണ്. രണ്ടിലും ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ ആ നിരക്ക് കൂടുതൽ ഇവിടെയാണ്. അപ്പോഴാണ് ഇവിടെ EMF കൂടിയത്. അപ്പൊ EMF കൂടാനുള്ള കാരണം ഫ്ലക്സിനുണ്ടാകുന്ന വ്യതിയാന നിരക്ക് കൂടുമ്പോഴാണ്. ഈ പറഞ്ഞ് മനസ്സിലായില്ല? നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ചെറിയൊരു കല്ലിട്ടു, വലിയൊരു കല്ലിട്ടു. ആ 2 സമയത്തുണ്ടാകുന്ന ഓളങ്ങൾ ഒരുപോലെ ആയിരിക്കുക? അല്ല, ഇവിടെ നല്ലോണം ഓളങ്ങൾ ഉണ്ടാകും, തരംഗങ്ങൾ ഉണ്ടാകും. ഇവിടെ ചെറിയ കുറച്ച് തരംഗങ്ങളെ ഉണ്ടാവുള്ളൂ. അതേപോലെ ശക്തി കുറഞ്ഞ കാന്തം ഉപയോഗിക്കുമ്പോൾ ഫ്ലക്സിനുണ്ടാകുന്ന വ്യതിയാനം കുറവാണ്. ശക്തി കൂടിയ കാന്തം ഉപയോഗിക്കുമ്പോഴോ അവിടെ എന്താണ്? ഫ്ലക്സിന്റെ എണ്ണം കൂടിയത് കൊണ്ട് തന്നെ ഫ്ലക്സിനുണ്ടാകുന്ന വ്യതിയാന നിരക്കും കൂടുതലായിരിക്കും. ഫ്ലക്സിനുണ്ടാകുന്ന വ്യതിയാന നിരക്ക് കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? EMFന്റെ അളവ് കൂടുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, നമ്മളിവിടെ EMFന്റെ ദിശ മാറ്റുന്നത് കാന്തത്തിന്റെ ദിശ മാറ്റിയിട്ടല്ല, കാന്തിക മണ്ഡലത്തിന്റെ ദിശ മാറ്റിയിട്ടല്ല, പിന്നെയോ ചലന ദിശ മാറ്റിയിട്ടാണ്. 2, EMFന്റെ അളവ് കൂടുന്നത് എപ്പോഴാണ്? ഫ്ലക്സിന്റെ വ്യതിയാന നിരക്ക് കൂടുമ്പോഴാണ്. ഫ്ലക്സിന്റെ വ്യതിയാന നിരക്ക് കുറയുമ്പോഴോ EMFന്റെ അളവ് കുറയും. ഈ 2 കാര്യങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ തറപ്പിച്ചല്ലോ. ഇനി നമുക്ക് ഇത് കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോ ഇവിടെ ഉണ്ടാകുന്ന കറന്റ് എങ്ങനെ AC ആയി എന്ന് പറയണം. അതിന് ഇതാണ് നമ്മുടെ ഈ ആർമേച്ചർ എന്ന് വിചാരിക്കുക. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കാന്തങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്. ആർമേച്ചറിന് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്ക്, ഈ ആർമേച്ചറിന് നമ്മൾ തിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ആർമേച്ചറിന് നമ്മൾ ഇങ്ങനെ തിരിക്കുന്നു. ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എടുത്തേക്ക് എത്തുമ്പോൾ എന്തായി? 1 ഭ്രമണം പൂർത്തിയായി. ആണോ? നോക്കുക, തിരിഞ്ഞ് 1 ഭ്രമണം പൂർത്തിയായി. ഓക്കെ, അപ്പൊ അങ്ങനെ 1 ഭ്രമണം പൂർത്തിയാക്കുമ്പോൾ നോക്ക്, ഇത് ആർമേച്ചറിന്റെ മുകൾ ഭാഗം, ഇത് ആർമേച്ചറിന്റെ താഴ്ഭാഗം. ഇങ്ങനെ 1 ഭ്രമണം പൂർത്തിയാക്കുമ്പോൾ നേരെ നോക്കിക്കോ, ഈ മുകൾ ഭാഗം നോക്ക്, ഇത് ഞാൻ താഴോട്ട് തിരിക്കുന്നു. അപ്പോൾ ഈ മുകൾ ഭാഗം ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നത്, ഫ്ലക്സിനെ ഛേദിക്കുന്നത് താഴോട്ടല്ലേ? അതിന്റെ ചലന ദിശ താഴോട്ടല്ലേ? അല്ലേ? താഴോട്ട്. ഇപ്പൊ എത്രയായി? 1 അർദ്ധഭ്രമണം പൂർത്തിയായി. അപ്പൊ നോക്കാം, ആ അർദ്ധഭ്രമണത്തിൽ ഈ ഭാഗം ഫ്ലക്സിനെ ഛേദിക്കുന്നത് താഴോട്ടാണ്. ഇതിന്റെ ചലന ദിശ താഴോട്ടാണ്. ഇനി ഞാൻ വീണ്ടും തിരിക്കുമ്പോഴോ നോക്ക്, ഇത് ഫ്ലക്സിനെ ഛേദിക്കുന്നത് മുകളിലോട്ടാണ് എന്ന് പറഞ്ഞാൽ ചലന ദിശ മുകളിലോട്ടാണ്. അതായത് ഒരു പൂർണ്ണ ഭ്രമണം നടക്കുമ്പോൾ, ഒരു ഭ്രമണം പൂർത്തിയാക്കുമ്പോൾ ആദ്യത്തെ അർദ്ധഭ്രമണത്തിൽ ഇത് ഫ്ലക്സിനെ ഛേദിക്കുന്നത് താഴോട്ടാണ്, അടുത്ത അർദ്ധഭ്രമണത്തിൽ ഇത് ഫ്ലക്സിനെ ഛേദിക്കുന്നത് മുകളിലോട്ടാണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അർദ്ധഭ്രമണത്തിലെ ചലന ദിശയല്ല അടുത്ത അർദ്ധഭ്രമണത്തിലെ ചലന ദിശ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അർദ്ധഭ്രമണത്തിൽ ഇങ്ങോട്ട് കറന്റ് ഒഴുകിയാൽ അടുത്ത അർദ്ധഭ്രമണത്തിൽ തിരിഞ്ഞൊഴുകൂലേ?
ഒഴുകൂലേ? അതേപോലെ ഇനി താഴ്ഭാഗം നോക്ക്. അത് ആദ്യത്തെ അർദ്ധഭ്രമണത്തിൽ മുകളിലോട്ട് ഫ്ലക്സിനെ ഛേദിക്കും. ഇത് അടുത്ത അർദ്ധഭ്രമണത്തിൽ താഴോട്ട് ഛേദിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അർദ്ധഭ്രമണത്തിലും അടുത്ത അർദ്ധഭ്രമണത്തിലും EMFന്റെ ദിശ ഒരുപോലെ ആയിരിക്കും? അല്ല. അതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ എന്താ ചെയ്യുന്നത്? EMFന്റെ ദിശ മാറ്റുന്നത് ചലന ദിശ മാറ്റിയിട്ടാണ്. ഓർമ്മയിലേക്ക് ഒന്നുകൂടി കൊണ്ടുപോവാ. എന്താണ്? ആദ്യത്തെ അർദ്ധഭ്രമണത്തിൽ നമ്മുടെ ആർമേച്ചർ ഫ്ലക്സിനെ ഛേദിക്കുന്നത്, ആർമേച്ചറിന്റെ മുകൾ ഭാഗം ഫ്ലക്സിനെ ഛേദിക്കുന്നത് താഴോട്ടാണ്, താഴ്ഭാഗം ഫ്ലക്സിനെ ഛേദിക്കുന്നത് മുകളിലോട്ടാണ്. ഇനി അടുത്ത അർദ്ധഭ്രമണത്തിലോ അത് നേരെ തിരിഞ്ഞു വരും. അതുകൊണ്ട് തന്നെ EMFന്റെ ദിശയും മാറും. അങ്ങനെയാണ് അത് AC ആവുന്നത്. ആദ്യത്തെ അർദ്ധഭ്രമണത്തിൽ ഒഴുകിയ കറന്റ് അടുത്ത അർദ്ധഭ്രമണത്തിൽ തിരിഞ്ഞൊഴുകും. അപ്പൊ അത് AC ആയി അല്ലേ? EMFന്റെ ദിശ മാറുമ്പോഴാണല്ലേ AC ആവുന്നത്. ഇത് തലയിൽ വെച്ചല്ലോ, ക്ലിയർ ആയല്ലോ. ഇത് ചിലപ്പോൾ പെട്ടെന്ന് എല്ലാവരും തലക്ക് പോയിട്ടുണ്ടാകും. അതെങ്ങനെ അതെങ്ങനെ ആദ്യത്തെ അർദ്ധഭ്രമണത്തിൽ താഴോട്ട് ഛേദിച്ചു. ഓക്കെ, അപ്പൊ EMFന്റെ ദിശ ഒരു ഭാഗത്തേക്ക്. അടുത്ത അർദ്ധഭ്രമണത്തിൽ എതിർ ദിശയിൽ. അതെങ്ങനെ ക്ലിയർ ആവുന്നില്ലല്ലോ. ഒരു ഡൗട്ട് വരും. അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ, ഈ പറഞ്ഞ സംഗതിനെ ഞാൻ 3 രീതിയിൽ വിശദീകരിക്കാൻ പോവാണ്. ഒന്ന്, ചിത്രം വരച്ചിട്ട്. അതായത് ഞാനിപ്പോൾ ആർമേച്ചറിനെ തിരിച്ചില്ലേ, ഒരു ഭ്രമണം പൂർത്തിയാക്കിയില്ലേ, ആ ഒരു ഭ്രമണത്തിന് ഞാൻ ചിത്രം വരച്ച് കാണിക്കും. കൂടെ തന്നെ രണ്ടാമത് രീതിയിൽ ഗ്രാഫിക്കലായിട്ട് പറയും. ആ തിരിക്കുന്ന സമയത്ത് EMFന് എന്ത് സംഭവിക്കുന്നു എന്ന് ഗ്രാഫിലെ കൂടി പറയും. 3, ഈ പറഞ്ഞ സംഗതിനെ ഞാനൊരു ടേബിളായിട്ട് കാണിക്കും. അപ്പൊ ഈ 3 രീതിയിലെ കൂടിയിട്ട് നമ്മൾ ഈ പറഞ്ഞതിനെ ഒന്ന് വിശദീകരിച്ച് പറയാം. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആർമേച്ചർ. ഓക്കെ, ആർമേച്ചർ ഇപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. കാന്തം 2 ഇങ്ങനെയാണ് ഉള്ളത്. ആ ചിത്രം ഈ ആർമേച്ചറിന്റെ ഈ സ്ഥാനത്തിന് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാന്തം നോർത്ത് സൗത്ത്. ഓക്കെ, അതിന്റെ നടുവില് ഇത് ആർമേച്ചർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ആർമേച്ചറിന്റെ മുകൾ ഭാഗത്തിന്, ഈ മുകൾ ഭാഗത്തിന് ഞാൻ PQ എന്ന് വിളിക്കുന്നു. PQ. താഴ്ഭാഗത്തിന് ഞാൻ RS എന്ന് വിളിക്കുന്നു. ഓക്കെ, മുകൾ ഭാഗത്തിന് ഞാൻ PQ എന്ന് വിളിക്കുന്നു, താഴ്ഭാഗത്തിന് ഞാൻ RS എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ സ്ഥലത്തിന്റെ പ്രത്യേകത നോക്കിക്കോ. ഇവിടെയാണ് നോർത്ത്, ഇവിടെയാണ് സൗത്ത്. കാന്തിക ബലരേഖകളെല്ലാം ആർമേച്ചറിന്റെ ഉള്ളിലെ കൂടി ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇവിടെ പൊള്ളയാണ്, ഇത് പൊള്ളയാണ്. ആർമേച്ചറിന്റെ ഉള്ളിലെ കൂടി പോകുന്നു. ഇതാ കാന്തിക ബലരേഖകളെല്ലാം ഇതിന്റെ ഉള്ളിലെ കൂടി ഇങ്ങനെ പോകും. അതായത് കാന്തിക ബലരേഖകളെ ആർമേച്ചർ ഇപ്പോൾ ഛേദിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആർമേച്ചറിൽ EMF ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് EMF 0ആണ്. ഓക്കെ, ഈ സ്ഥാനത്തിന്റെ പ്രത്യേകത എന്ത്? ഇതാണ് ആർമേച്ചറിന്റെ പ്രതലം. ഇങ്ങനെയാണ് കാന്തിക ബലരേഖകൾ പോകുന്നത്. നോക്ക്, ആർമേച്ചറിന്റെ പ്രതലവും കാന്തിക ബലരേഖകളും എങ്ങനെയാണ്? ലംബമാണ്. നോക്ക്, 90 ഡിഗ്രി. അപ്പൊ ആർമേച്ചറിന്റെ പ്രതലം കാന്തിക ബലരേഖകൾക്ക് ലംബമായിരിക്കുമ്പോൾ EMF 0ആണ്. എന്തുകൊണ്ട് EMF 0മായി? ആ കാന്തിക ബലരേഖകളെ ആർമേച്ചർ ഛേദിക്കുന്നില്ല. കാന്തിക ബലരേഖകൾക്ക് വ്യതിയാനം ഇല്ല. അതുകൊണ്ട് ഈ സമയത്ത് EMF 0ആണ്. ഓക്കെ, അപ്പൊ ഈ സമയത്ത് ഇവിടെ EMF ഇല്ല. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ മെല്ലെ തിരിക്കാൻ പോകണം. ഇത് മെല്ലെ തിരിക്കുന്നു. എങ്ങനെയാണ് അറിയാവോ? PQനെ താഴോട്ട് തിരിക്കുന്നു. PQനെ താഴോട്ട് തിരിക്കുന്നു. സ്വാഭാവികമായിട്ട് RS മുകളിലോട്ട് വരുമല്ലോ. PQ താഴോട്ട്, RS മുകളിലോട്ട്. അപ്പൊ മെല്ലെ തിരിക്കാൻ തുടങ്ങുമ്പോൾ അത് ഫ്ലെക്സിന് മെല്ലെ കട്ട് ചെയ്യാൻ തുടങ്ങും, മെല്ലെ ഛേദിക്കാൻ തുടങ്ങുമ്പോൾ EMF ഉണ്ടാവാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ മെല്ലെ EMF കാന്തിക ബലരേഖകളെ ഛേദിക്കുന്നു, EMF ഉണ്ടാകുന്നു. പക്ഷെ നോക്ക്, ഇവിടെ എങ്ങോട്ടാണോ EMF, അതിനെതിരായിരിക്കും ഇതിന്റെ EMF. കാരണം ഇത് ഫ്ലക്സിനെ ഛേദിക്കുന്നത് താഴോട്ടാണ്, ഇത് ഫ്ലക്സിനെ ഛേദിക്കുന്നത് മുകളിലോട്ടാണ്.
ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയും EMF-ന്റെ ദിശ എങ്ങോട്ടാണ് എന്ന് വലത് കൈ നിയമം ഉപയോഗിച്ചിട്ട് പറയാം. ഒന്ന് നോക്കാം. നോക്ക്, ചലന ദിശ ഇതാ PQനെ താഴോട്ടാണ് നമ്മൾ ചലിപ്പിക്കുന്നത്. ഓക്കെ, കാന്തിക ബലരേഖകൾ നോർത്ത് ടു സൗത്ത്, ചലനം താഴോട്ട്. അതുകൊണ്ട് EMF എങ്ങോട്ട് നോക്ക്, ഇതാ ഇങ്ങോട്ട് നിങ്ങളിലോട്ട്, അതായത് Q to P, ഇതാ ഇങ്ങോട്ടാണ് Q to P. ഇനിയോ ഇവിടെ ഇത് ചലന ദിശ മുകളിലോട്ട്. ഓക്കെ, RSന്റെ ചലന ദിശ മുകളിലോട്ട്, കാന്തിക ബലരേഖകൾ നോർത്ത് ടു സൗത്ത്. അതുകൊണ്ട് EMF ഇതാ ഈ നടുവിരല് എങ്ങോട്ടാണ്, EMF ഇതാ ഉള്ളിലോട്ട്, S to R. അപ്പൊ ഇതാ EMF എങ്ങോട്ടാണ്, ഇങ്ങനെയാണ് ഇത്. ആർമേച്ചർ ഇതാണ് ആർമേച്ചർ എങ്കിൽ റിങ്ങെല്ലാം ഉണ്ട്, ഇതാ ഇങ്ങനെ ഒഴുകിട്ട് ഇതിലേക്ക് കൂടി ഇങ്ങനെ വരിക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഞാൻ ബാഹ്യ സർക്യൂട്ട് ഒന്നും കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇതാ P ഇതിങ്ങനെ വന്നിട്ട് Q to P S to R ഇങ്ങനെ ഒഴുകും. ഓക്കെ, അപ്പൊ ഇപ്പൊ കറങ്ങുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? കാന്തിക ബലരേഖകളെ ഛേദിക്കുന്നില്ല. കറണ്ട് മെല്ലെ ഒഴുകാൻ തുടങ്ങുന്നു, ഒഴുകി വരുന്നു. വെറുതെ ഒഴുകില്ല, പോയിക്കോ. കാന്തിക ബലരേഖകളെ ഛേദിക്കാൻ തുടങ്ങുന്നു, കൂടുതൽ ഛേദിക്കും. മെല്ലെ ഛേദിക്കാൻ തുടങ്ങും. ഇങ്ങനെ തിരിക്കുമ്പോ കൂടുതൽ ബലരേഖകളെ ഛേദിക്കാൻ തുടങ്ങും. കൂടുതൽ ബലരേഖകളെ ഛേദിക്കുമ്പോൾ വ്യതിയാന നിരക്ക് കൂടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്, വ്യതിയാന നിരക്ക് കൂടുമ്പോൾ EMF കൂടിക്കൊണ്ട് വരും. അതായത് തിരിക്കാൻ തുടങ്ങുമ്പോൾ EMF ഉണ്ടാകും. ആ EMF-ന്റെ അളവ് ഒരുപോലെയല്ല, അളവ് കൂടിക്കൊണ്ട് വരും. കാരണം ഇതിനെ തിരിക്കുമ്പോൾ ആർമേച്ചർ ഛേദിക്കുന്ന ബലരേഖകളുടെ എണ്ണം കൂടിക്കൊണ്ട് വരും. അങ്ങനെ കൂടി എപ്പോഴാണ് പ്രതലം ഇങ്ങനെയാവുന്നത്, അപ്പോൾ പരമാവധി കാന്തിക ബലരേഖകൾ അത് ഛേദിക്കുന്നു. അതുകൊണ്ട് തന്നെ EMF പരമാവധിയിലേക്ക് എത്തും. മനസ്സിലായോ? ഇപ്പോൾ EMF എത്ര? 0. എന്തുകൊണ്ട്? ബലരേഖകളെ ഛേദിക്കുന്നില്ല. തിരിക്കാൻ തുടങ്ങുമ്പോൾ EMF കൂടാൻ തുടങ്ങും, ബലരേഖകളെ ഛേദിക്കുന്നത് കൂടുന്നത് കൊണ്ട്. അങ്ങനെ ബലരേഖകളെ കൂടുതൽ ബലരേഖകളെ ഛേദിക്കുമ്പോൾ EMF കൂടി വരും. അങ്ങനെ ആർമേച്ചറിന്റെ പ്രതലം ഇങ്ങനെയാകുമ്പോൾ EMF-ന്റെ അളവ് പരമാവധിയിലേക്ക് എത്തും. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതാണ് ആർമേച്ചറിന്റെ പ്രതലം. അത് കാന്തിക ബലരേഖകൾക്ക് എങ്ങനെയാണ്? ഇതാണ് കാന്തിക ബലരേഖകൾക്ക് സമാന്തരമാണ്. ഇതാ കാന്തിക ബലരേഖകളും ഇതിന്റെ പ്രതലവും സമാന്തരമാകുമ്പോൾ കാന്തിക ഫ്ലക്സിന് സംഭവിക്കുന്ന വ്യതിയാന നിരക്ക് കൂടുതലാണ്, പരമാവധിയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്തുണ്ടാകുന്ന EMF-ന്റെ അളവും പരമാവധിയാണ്. ഓക്കെ, അപ്പോ PQ തിരിഞ്ഞിട്ട് എവിടെയൊക്കെ തിരിഞ്ഞിട്ടുണ്ടാവും? PQ തിരിഞ്ഞിട്ട് PQ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഇതാണ് PQ, ഇതാണ് RS ഇവിടെ ഉണ്ടാവും. ഓക്കെ, EMF-ന്റെ ദിശ എങ്ങോട്ടാണ്? P to Q, R to S. ഓക്കെ, ഇനി ഈ പറയുന്നത് നമ്മൾ ഗ്രാഫിൽ വരക്കുന്നു. ഈ സമയത്ത് ഗ്രാഫിൽ വരക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ഗ്രാഫിൽ എടുത്തത്? Y അക്ഷത്തിൽ ഉണ്ടാകുന്ന EMF-ന്റെ അളവ്. ഇത് നമ്മൾ തിരിക്കുന്ന കോണളവ് അല്ലെങ്കിൽ സമയം ഞാനിപ്പോൾ തൽക്കാലം എടുക്കുന്നില്ല, കോണളവ് എടുക്കുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ തിരിച്ചിട്ടുണ്ടോ? ഈ സമയത്ത് ഞാൻ തിരിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ തിരിഞ്ഞ കോണളവ് 0 കോണളവ് തിരിഞ്ഞു. ഇനി ഈ സമയത്ത് ഫ്ലക്സിന് വ്യതിയാനം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ സമയത്തുണ്ടാകുന്ന EMF എത്ര? EMF 0. ഇനി മെല്ലെ തിരിക്കാൻ തുടങ്ങുന്നു, അപ്പോൾ ഫ്ലക്സിനെ ഛേദിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ EMF കൂടാൻ തുടങ്ങും. അങ്ങനെ തിരിക്കുമ്പോൾ കൂടുതൽ ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന EMF കൂടിക്കൊണ്ട് വരും. ഇവിടേക്ക് എത്തുമ്പോൾ എന്താകും? പരമാവധി EMF. അപ്പോഴേക്ക് എത്ര കോണളവ് തിരിച്ചു? നിങ്ങൾ നോക്ക്, എത്ര കോണളവ് തിരിച്ചു? ഇതാ തിരിഞ്ഞ് ഇങ്ങനെ ഉണ്ടായത്, ഇങ്ങനെ പ്രതലം ഇങ്ങനെ ഉണ്ടായത് തിരിഞ്ഞിട്ട് എത്ര കോണളവ് തിരിഞ്ഞ്? 90 ഡിഗ്രി തിരിഞ്ഞു. അപ്പൊ തിരിഞ്ഞ കോണളവ് ഇവിടേക്ക് എത്തുമ്പോ തിരിഞ്ഞ കോണളവ് 90 ഡിഗ്രി. എത്ര? 90 ഡിഗ്രി.
ഞാനിപ്പോ കോണളവാണ് എടുത്തത്, സമയം പിന്നെ എടുക്കാം കേട്ടാ. അപ്പൊ എന്താകുന്നു EMF ഇതാ ഇവിടെ നിങ്ങോട്ട് തിരിയുമ്പോ EMF 0 നിന്ന് കൂടിക്കോണ്ട് വരുതാ, കൂടിക്കോണ്ട് വരും. EMF 0 നിന്ന് EMF ഇത് എങ്ങോട്ടാണ്? ഇതാണ് EMFന്റെ അളവ്. EMF ഇവിടെ 0 ഇവിടെ 0 അല്ല കുറച്ച് കൂടുതലാണ്, ഇവിടെ 0 അല്ല കുറച്ചുകൂടി കൂടുതലാണ്, ഇവിടെ 0 അല്ല കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് EMF കൂടിക്കൊണ്ട് വരുന്നു, കൂടി 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 EMF പരമാവധിയിലേക്ക് എത്തി. ഇതാണ് EMFന്റെ പരമാവധി വാല്യൂ. അപ്പൊ ഇവിടെ 0 90ലേക്ക് എത്തുമ്പോ പരമാവധി. അപ്പൊ പോയിന്റ് ഏതാ? ഇത്. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്താണ്? ഇവിടെ പരമാവധി, ഇവിടെ 0, അതിന്റെ ഇടയിൽ കൂടിക്കൊണ്ട് വരും, പരമാവധിയിലേക്ക് എത്തി. ഓക്കെ ഓക്കെ. ഇനി അടുത്തത്. ഓക്കെ അടുത്തത് അപ്പൊ ഇതാണ് പീക്ക് ഇവിടെ ഉണ്ടായത്, തിരിഞ്ഞിട്ട് ഇവിടേക്ക് എത്തി. ഇതുവരെ പീക്ക് ഫ്ലക്സിനെ കട്ട് ചെയ്ത് താഴോട്ടാണ്, ഇനിയും താഴോട്ട് തന്നെ, താഴോട്ട് താഴോട്ട് താഴോട്ട്. അപ്പൊ എന്താണെന്ന് അറിയാവോ? ഇവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ ഫ്ലക്സിനുണ്ടാകുന്ന വ്യതിയാനം കുറയാൻ തുടങ്ങും. കാരണം കുറച്ച് 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 ഫ്ലക്സിനെ കട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവസാനം ഇങ്ങനെ എത്തുമ്പോൾ ഒരു ഫ്ലക്സും ഇതിലെ കൂടി പോവാത്തൊരവസ്ഥ വരും. അതായത് ആർമേച്ചറിന്റെ പ്രതലം ഒന്നുകൂടി കാന്തിക ബലരേഖകൾക്ക് ലംബമാകുന്നു, ആദ്യത്തെ പോലെ ആകുന്നു. അപ്പോൾ എന്താകുന്നു? ഫ്ലക്സിനൊന്നും ചേരിക്കുന്നില്ല, EMF 0 ആകുന്നു. ഇവിടെ EMF 0 കൂടിക്കൊണ്ട് വന്ന് പരമാവധിയായി, പിന്നെ എന്താണ്? കുറഞ്ഞോണ്ട് വരുന്നു, വീണ്ടും 0 ആകുന്നു. ഓക്കെ, അതാണ് ഈ മൂന്നാമത്തെ ചിത്രം. അതായത് PQ തിരിഞ്ഞ് 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 PQ എന്താകുന്നു? PQ താഴേക്ക് എത്തി. മുകളിലുണ്ടായ PQ താഴേക്ക് എത്തി, താഴെ ഉണ്ടായ RS മുകളിലേക്ക് എത്തി. ഓക്കെ, EMF എങ്ങോട്ടാണ്? ഇപ്പൊ EMF എത്ര? ഇപ്പൊ EMF 0 ആണ്. ഓക്കെ, അതിന് മുമ്പ് വരെ EMF ഉണ്ട്. ഇവിടെ EMF പരമാവധിയാണ്. അപ്പൊ ഇപ്പൊ എത്ര തിരിച്ചു? അതുകൂടി പറ. 0, 90, 180. അപ്പൊ തിരിഞ്ഞ കോണളവ് 180 ഡിഗ്രി. EMF എത്ര? 0. ഈ സമയത്ത് EMF 0. അപ്പൊ ഇവിടെ നിന്ന് ഇടത്തേക്ക് എത്തുമ്പോ EMF കുറഞ്ഞോണ്ട് വന്നു. അത് നമ്മൾ ഗ്രാഫിൽ കാണിക്കുന്നു. ഇതാ കുറഞ്ഞോണ്ട് വരുന്നു, കുറഞ്ഞോണ്ട് വരുന്നു, 0ലേക്ക് നോക്കി. അപ്പൊ ഇവിടെയും ഇവിടെയും 0 എന്തുകൊണ്ട്? അവിടെ ആർമേച്ചറിന്റെ പ്രതലം കാന്തിക ബലരേഖകൾക്ക് ലംബമാകുമ്പോൾ കാന്തിക ബലരേഖകളൊന്നും എന്താണ് ആർമേച്ചറിനെ കട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആർമേച്ചർ കാന്തിക ബലരേഖകളെ കട്ട് ചെയ്യുന്നില്ല, ചേരിക്കുന്നില്ല. ഫ്ലക്സ് വ്യതിയാന നിരക്ക് 0. ഇവിടെയോ സമാന്തരമാകുമ്പോൾ ഫ്ലക്സ് വ്യതിയാന നിരക്ക് പരമാവധിയാണ്. ഇനിയാണ് കാര്യമായ കാര്യം. അപ്പൊ അർദ്ധഭ്രമണം പൂർത്തിയായി, അർദ്ധഭ്രമണം പൂർത്തിയായി. കേൾക്കണേ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇതിലെ കറണ്ട് ഒഴുകുന്നുണ്ടോ? ഇല്ല, ഇല്ല. ഇതിന് തൊട്ട് മുമ്പ് വരെ കറണ്ട് ഉണ്ട്, ഇതിന്റെ തൊട്ട് മുമ്പ് വരെ കറണ്ട് ഉണ്ട്. ഇതാ 180 എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ കറണ്ട് ഉണ്ട്. എങ്ങോട്ട് എങ്ങോട്ട് എങ്ങോട്ട്? പിയിൽ നിന്ന് ക്യൂലോട്ട്, ആറിൽ നിന്ന് എസിലോട്ട്. ഓക്കെ, പിയിൽ നിന്ന് ക്യൂലോട്ട് ഒഴുകുന്ന കറണ്ട് ഇത് തൊട്ട് മുമ്പ് വരെ ഉണ്ട്. ആറിൽ നിന്ന് എസിലേക്ക് ഒഴുകുന്ന കറണ്ട് തൊട്ട് മുമ്പ് വരെ ഉണ്ട്. ഇപ്പൊ ഇല്ല, ഇപ്പൊ ഇല്ല. 180-ലില്ല, 179.5 വരെ ഉണ്ട്, 179.9 വരെയുണ്ട്, 180-ലില്ല. ഓക്കെ, ഇനി അടുത്ത അർദ്ധഭ്രമണം. ഇനി നോക്കിക്കോ. ഇനി ഈ PQ ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നത് മുകളിലോട്ടാണ്, ഇനി മുകളിലോട്ടാണ്. അതുവരെ താഴോട്ട് ഫ്ലക്സിനെ കട്ട് ചെയ്ത PQ ഇനി ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നത് മുകളിലോട്ടാണ്. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? എന്താണ്? EMFന്റെ ദിശ മാറും. ചലന ദിശ മാറുമ്പോൾ EMFന്റെ ദിശ മാറും. അതായത് ഇതിന് തൊട്ട് മുമ്പ് വരെ PQ, ഇപ്പോൾ കറണ്ടില്ല, ഇപ്പൊ കറണ്ടില്ല. ഇനി മുകളിലോട്ട് തിരിക്കുന്നു, ഇത് താഴോട്ട് വരുന്നു. അപ്പോൾ കേൾക്കണേ, പിയിൽ നിന്ന് ക്യൂലോട്ടുണ്ടായ EMFന്റെ ദിശ ക്യൂയിൽ നിന്ന് പിയിലോട്ടാകും. തിരിഞ്ഞു, തിരിഞ്ഞു. P to Q ഉണ്ടാണ്, Q to P ആയി. ഇനിയോ R to S ഉണ്ടായത് S to R ആയി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞേ PQRS ഇങ്ങനെ ഒഴുകിയ കറണ്ട് തിരിഞ്ഞൊഴുകുന്നു, തിരിഞ്ഞൊഴുകുന്നു. നേരത്തെ ഇങ്ങനെ ഒഴുകിയ കറണ്ട്
ഇനി തിരിഞ്ഞൊഴുകുന്നു. ദിശ മാറി. ഓക്കെ, അതോടെ കാണിച്ചു. അങ്ങോട്ടുണ്ടായ കറണ്ട് ഇനി തിരിഞ്ഞൊഴുകാൻ പോവാണ്. ഓക്കെ, ഇനി അടുത്ത് ദിശ മാറിയത് ക്ലിയർ ആയല്ലോ. ദിശ മാറിയത് ക്ലിയർ ആയല്ലോ. ഇനി നോക്കോ, ഇനി വീണ്ടും തിരിക്കുകയാണ്. ഇപ്പൊ സീറോ അല്ല, EMF സീറോ അല്ല. എന്തുകൊണ്ട്? ബലരേഖകളെ ഛേദിക്കുന്നില്ല. ഇനിയോ മുകളിലോട്ട് തിരിക്കുമ്പോൾ ഛേദിക്കാൻ തുടങ്ങുന്നു. കൂടുതൽ 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 ഛേദിക്കുന്നു. വീണ്ടും പ്രതലം സമാന്തരമായിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇടത്തേക്ക് എത്തുമ്പോൾ EMF പരമാവധിയിലേക്ക് എത്തും. ഇവിടെ 0, ഇവിടെ പരമാവധി. എന്റെ ഇടയിലോ കൂടിക്കൊണ്ട് വരുന്നു. 0 നിന്ന് പരമാവധിയിലേക്ക് കൂടിക്കൊണ്ട് വരുന്നു. എങ്ങനെ കൂടുന്നു? എതിർദിശയിൽ കൂടുന്നു. ദിശ മാറിയിട്ടാണ് കൂടുന്നത്. നേരത്തെ ഒഴുകിയ ദിശയിലല്ല, ഓപ്പോസിറ്റ് ദിശയിൽ. അപ്പൊ ഓപ്പോസിറ്റ് ദിശ ഗ്രാഫിൽ എങ്ങനെ കാണിക്കും? ഗ്രാഫിൽ 2 ദിശയിലേ ഉള്ളൂ. X അക്ഷത്തിന് മുകളിൽ, X അക്ഷത്തിന് താഴെ. നേരത്തെ കൂടിയത് X അക്ഷത്തിന് മുകളിലായിരുന്നു. ഇനി എതിർദിശയിൽ കൂടുന്നു എന്ന് പറഞ്ഞാലോ താഴേക്ക് കൂടുന്നു. അതെങ്ങനെ കാണിക്കും? ഇതാ ഇതാ ഇതാ. എവിടേക്ക് എത്തി നമ്മള്? ഇവിടെ ഉണ്ടായിട്ട് 150 ഉണ്ടായിട്ട് 270 ഇവിടേക്ക് എത്തി. അപ്പൊ എത്രയായി? ഒരു 90 കൂടി. ഇപ്പൊ ടോട്ടൽ എത്രയായി? 270 ഡിഗ്രി ആയി. ഓക്കെ, എത്ര? 270 ഡിഗ്രി. ഓക്കെ, PQ എവിടേക്ക് എത്തി? PQ തിരിഞ്ഞിട്ട് PQ ഇതാ ഇവിടേക്ക് എത്തി. PQ RC. ഓക്കെ, കറന്റ് Q to P, RTS, S to R. അപ്പൊ ഇവിടെ 0, ഇവിടെ പരമാവധി. എന്തായി? 0 നിന്ന് പരമാവധിയിലേക്ക് കൂടി. എങ്ങനെ കൂടി? എതിർദിശയിൽ കൂടി. എതിർദിശയിൽ കൂടി. ആ എതിർദിശയിൽ ഗ്രാഫിൽ താഴോട്ടാണ് കാണിക്കൽ. എതിർദിശ ഗ്രാഫിൽ താഴോട്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? എതിർദിശ എന്ന് പറയുമ്പോ നേരത്തെ ഇങ്ങനെ ഉണ്ടായത് ഇങ്ങനെ ഒരു. ഓക്കെ, എതിർദിശയിൽ പരമാവധി. ഇവിടെ എത്രയാണ് പരമാവധി? അതേ പരമാവധി താഴെ. ഇതെത്രയാണ്? ഈ ഹൈറ്റ് എത്രയാണ്? അതേ ഹൈറ്റ് താഴെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ 270 ഡിഗ്രി തിരിച്ചു. 0, 90, 180, 270. ഓക്കെ, ഒന്നുകൂടി ഇത് ഫ്ലെക്സ് ബലരേഖകൾ എന്താ പറയാ പ്രതലത്തിന് സമാന്തരമായി. ഇനിയോ ഒന്നുകൂടി ഒരു 90 ഡിഗ്രി കൂടി ബാക്കിയുണ്ട്. ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നത് കുറഞ്ഞുകൊണ്ട് വരുന്നു. EMF കുറയുന്നു 0ത്തിലേക്ക് എത്തുന്നു. ഓക്കെ, അങ്ങനെ ആ അവസ്ഥയിലേക്ക് എത്തും. അതായത് PQ മുകളിലേക്ക് തിരിച്ചെത്തി, RS താഴേക്ക് തിരിച്ചെത്തി. ഓക്കെ, അപ്പൊ എന്താ? ഇവിടെ പരമാവധി കറന്റ് ഇടത്തേക്ക് എത്തുമ്പോൾ ഇത് 0. ഓക്കെ, അതായത് കുറഞ്ഞ് തിരിച്ച് ടോട്ടൽ എത്ര ഡിഗ്രി തിരിച്ചു? 360 ഡിഗ്രി തിരിച്ചു. ഓക്കെ, EMF പരമാവധിയിൽ നിന്ന് 0ത്തിലേക്ക് കുറഞ്ഞുകൊണ്ട് വരും. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് ഗ്രാഫിക്കലായിട്ട് കാണുന്നത്. അപ്പൊ നമ്മൾ ആർമേച്ചറിന് ഒരു ഫുൾ ഭ്രമണത്തിന് വിധേയമാക്കി, ഒരു ഭ്രമണം പൂർത്തിയാക്കി. അപ്പോൾ നമുക്ക് കിട്ടിയ EMF ആണ് ഇത്. അതായത് ആർമേച്ചറിന് ഒരു പ്രാവശ്യം തിരിച്ചപ്പോൾ കിട്ടിയ EMF. വീണ്ടും തിരിച്ചാലോ ഇതാ ഒരു പ്രാവശ്യം തിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു EMF കിട്ടും. വീണ്ടും തിരിച്ചാലോ വീണ്ടും ഒരു EMF. വീണ്ടും തിരിച്ചാലോ വീണ്ടും ഒരു EMF. അപ്പൊ കണ്ട ഇതാണ് ഉണ്ടായ കറന്റിന്റെ ഗ്രാഫ് അല്ലേ? ഇതാണ് ഉണ്ടായ കറന്റിന്റെ ഗ്രാഫ്. നേരെ നോക്ക്, അവിടെ എന്താ സംഭവിച്ചത്? ആദ്യത്തെ അർദ്ധഭ്രമണത്തിൽ കറന്റ് ഇങ്ങോട്ടാണ്, അടുത്ത അർദ്ധഭ്രമണത്തിൽ എതിർദിശ, അടുത്ത അർദ്ധഭ്രമണത്തിൽ എതിർദിശ. ദിശ മാറി. അപ്പോൾ ഇതെന്താണ്? ഇത് ദിശ മാറുന്ന കറന്റിന്റെ ഗ്രാഫാണ്. ദിശ മാറുന്ന കറന്റ് ഏതാ? AC. അപ്പോൾ ഇതെന്താണ്? ഇത് ACയുടെ ഗ്രാഫാണ്. സോ ACയുടെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വരയ്ക്കേണ്ട ഗ്രാഫ് ഇതാണ്. ക്ലിയർ ആയോ? ACയുടെ ഗ്രാഫ് ക്ലിയർ ആയോ? ഇത് ആദ്യത്തെ ഒരു ഭ്രമണത്തിൽ മാത്രം എത്ര തിരിക്കുന്നുണ്ടോ അതോ അത്രയും പ്രാവശ്യം ഇത് കിട്ടും. ഇങ്ങനെയുള്ള ഒരു ഗ്രാഫ് കിട്ടും. നെക്സ്റ്റ്. അപ്പൊ കുഞ്ഞൊക്കെ ക്ലിയർ ആയി. ഇനി ഞാനുണ്ടല്ലോ കുഞ്ഞുമക്കളെ, ഇവിടെ സമയം എന്ന് കാണിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഞാനിപ്പോ തിരിഞ്ഞ കോണളവല്ലേ കാണിച്ചിട്ടുള്ളത്. കോണളവിന് പറഞ്ഞ സമയം കാണിക്കാം. എങ്ങനെയാ അറിയോ? ആർമേച്ചറിന് ഒരു ഫുൾ ഭ്രമണത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം, ഒരു പൂർണ്ണ ഭ്രമണത്തിന് എടുക്കുന്ന സമയം T ആണെന്ന് വിചാരിക്കാം.
ഓക്കെ, ഇവിടെ സമയം 0, തിരിച്ചെത്തുമ്പോൾ സമയം t ആയി. അതായത് ഇവിടെ സമയം 0, ഇവിടെ സമയം t ആയി. ഓക്കെ, അങ്ങനെയാണ്. ഇതെന്താണ്? നേരെ പകുതി സമയം t/2. ഇതെത്രയാണ്? കാൽഭാഗം t/4. ഇതെത്രയാണ്? മുക്കാൽ ഭാഗം 3t/4. അപ്പൊ സമയമായിട്ട് കാണിക്കാം. അപ്പൊ കാൽഭാഗം പൂർത്തിയാകുമ്പോൾ EMF പരമാവധി, മുക്കാൽ ഭാഗം പൂർത്തിയാകും, മുക്കാൽ സമയം പൂർത്തിയാകുമ്പോൾ EMF പരമാവധി എതിർ ദിശയിൽ. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞതിനെ ഗ്രാഫിക്കലായിട്ട് രണ്ട് രീതിയിൽ കാണിച്ചു. ഇനി ഇതിനൊരു ടേബിൾ ആക്കിയിട്ട് കാണിക്കാം. ഓക്കെ, ഒരു ടേബിൾ രൂപത്തിൽ കാണിക്കാം. ഓക്കെ, ഒരു പട്ടിക രൂപത്തിൽ കാണിക്കാം. ആ പട്ടികയിലുള്ളത് എന്തൊക്കെയാണെന്നെങ്കിൽ, ഒന്ന് സമയം. ഇതേ സംഗതി ഒരു പട്ടികയിൽ കാണിക്കും. ഇത്രയേ ഉള്ളൂ. സമയം, ആർമേച്ചർ തിരിഞ്ഞ കോണളവ്. ഓക്കെ, ആർമേച്ചർ തിരിഞ്ഞ കോണളവ്, തിരിഞ്ഞ കോണളവ്. ഓക്കെ, ഇനി ആ സമയത്ത് ഓരോ സമയത്തും ഉണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാന നിരക്ക്, ഫ്ലക്സ് വ്യതിയാന നിരക്ക്, ഫ്ലക്സ് വ്യതിയാന നിരക്ക്. ഓക്കെ, ആ സമയത്തുണ്ടാകുന്ന ഓരോ സമയത്തുണ്ടാകുന്ന പ്രേരിത EMF. ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഒരു ടേബിളിൽ കാണിക്കും. EMF എന്ന് വെച്ചാൽ വോൾട്ടേജ്, അതുകൊണ്ട് യൂണിറ്റ് എന്താ? വോൾട്ട്. ഓക്കെ, വോൾട്ട്, എത്ര വോൾട്ട്? പ്രേരിത EMF വോൾട്ട്. ഓക്കെ, കുഞ്ഞുമക്കളെ നമ്മൾ ഗ്രാഫ് വരച്ചു, ചിത്രം വരച്ചു. ആ ചിത്രത്തിലും ഗ്രാഫിലുള്ളത് ജസ്റ്റ് ഒന്ന് ടേബിളിൽ കാണിക്കുന്നു, അത്രേ. ഓക്കെ, എവിടെ പോവല്ല, സ്കിപ്പാവല്ല, ഫുള്ള് കാണണം കേട്ടാ. എല്ലാം മനസ്സിലാക്കിട്ട് പോണ്ടേ. ഇതാ 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 ഓക്കെ, ആദ്യത്തെ സമയം 0 സെക്കൻഡ്, 0 ടൈം. ആ 0 ടൈമിൽ തിരിഞ്ഞ കോണളവ് എത്രയാ? 0 ഡിഗ്രി തിരിയുന്നില്ല. ആ സമയത്ത് ഫ്ലക്സ് എല്ലാം ആർമേച്ചറിന്റെ ഉള്ളിലേക്ക് കൂടി പോകുന്നതുകൊണ്ട് എന്തില്ല? ഫ്ലക്സ് വ്യതിയാന നിരക്കില്ല, ഫ്ലക്സിന് വ്യതിയാനമില്ല. അതുകൊണ്ട് ഫ്ലക്സ് വ്യതിയാന നിരക്ക് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ ഫ്ലക്സിന് ഉണ്ടാകുന്ന വ്യതിയാനം അത് 0ആണ്. ഫ്ലക്സിന് വ്യതിയാനമില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് EMF 0ആണ്. കണ്ട ടേബിളിൽ അത് കണ്ടു. ഇനി അടുത്തത് ഈസി, എല്ലാം ഈസിയാണ്. തിരിഞ്ഞ് കാൽഭാഗം പൂർത്തിയാക്കി. സോ ടൈം t/4. എത്ര? t/4. ആ t/4 ആകുമ്പോൾ എത്ര കോണളവ് തിരിഞ്ഞു? 90 ഡിഗ്രി തിരിഞ്ഞു. 90 ഡിഗ്രി തിരിഞ്ഞു. അപ്പോഴോ ഫ്ലക്സിനെ കട്ട് ചെയ്യാൻ തുടങ്ങിയെത്തുമ്പോൾ പരമാവധി ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഫ്ലക്സ് വ്യതിയാന നിരക്ക് പരമാവധി. എത്ര? പരമാവധി. ഫ്ലക്സ് വ്യതിയാന നിരക്ക് പരമാവധി. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ ഫ്ലക്സ് വ്യതിയാന നിരക്ക് കൂടുന്തോറും വോൾട്ടേജ് കൂടിക്കൊണ്ട് വരും. അതുകൊണ്ട് ഫ്ലക്സ് വ്യതിയാന നിരക്ക് പരമാവധി ആയാൽ വോൾട്ടേജും പരമാവധി തന്നെ. പരമാവധി. ഓക്കെ, അതേതാ വോൾട്ടേജ്? ഈ വോൾട്ടേജാ. നമുക്ക് വളരെ ഇങ്ങനെ കാണിക്കാട്ടോ. വി പരമാവധി വോൾട്ടേജ്, പോസിറ്റീവ് ദിശയിൽ പരമാവധി വോൾട്ടേജ്. നമുക്കതിന് V+ എന്ന് കാണിക്കാം. പോസിറ്റീവ് ദിശയിൽ പരമാവധി വോൾട്ടേജ് കാണിച്ചില്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി അത് അറിയാൻ വേണ്ടിട്ടാ. ഏത് വോൾട്ടേജ് ആണ്? ഈ വോൾട്ടേജ് ആണോ? ഈ വോൾട്ടേജ് ആണോ? അല്ല. ഏത് വോൾട്ടേജ്? ഈ വോൾട്ടേജ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി എവിടേക്കാ? ഇനി നമ്മൾ തിരിഞ്ഞ് t/2 സമയം പൂർത്തിയാക്കി. അരഭാഗം പൂർത്തിയാക്കി. അപ്പൊ എത്ര കോണളവ് തിരിഞ്ഞു? 150 ഡിഗ്രി. 150 ആകുമ്പോൾ എത്രയാ ഫ്ലക്സ് വ്യതിയാനം? നോക്ക്, വീണ്ടും ഫ്ലക്സ് അതിന്റെ ഉള്ളിലേക്ക് കൂടി കടന്നു പോകുന്നു. ഫ്ലക്സ് വ്യതിയാന നിരക്ക് 0. അതുകൊണ്ട് തന്നെ EMF 0. ഓക്കെ, ഇനി അടുത്തതുണ്ടല്ലോ കുഞ്ഞുമക്കളെ. എവിടേക്കാ നമ്മൾ പോകുന്നത്? 3t/4. സമയം എത്രയാ? 3t/4.
അപ്പൊ എത്ര തിരിഞ്ഞു? 270 ഡിഗ്രി തിരിഞ്ഞു. ഫ്ലക്സ് വ്യതിയാന നിരക്ക് പരമാവധി അല്ലെ? പ്രതലം ആർമേച്ചറിന്റെ പ്രതലം സമാന്തരമായില്ലേ? അപ്പോൾ എന്താണ് പരമാവധി? പക്ഷെ ഈ പരമാവധിയാണോ? അല്ല, എതിർ ദിശയിൽ പരമാവധി. ഓക്കെ, എങ്ങനെ പറയണം? എതിർ ദിശയിൽ പരമാവധി. എതിർ ദിശയിൽ പരമാവധി. എതിർ ദിശയിൽ പരമാവധി. അപ്പൊ വോൾട്ടേജോ? അതും പരമാവധി വോൾട്ടേജ്. ഇതേപോലെ വോൾട്ടേജ് തന്നെ എതിർ ദിശയിലാണെന്നേ ഉള്ളൂ. അപ്പൊ എതിർ ദിശയിൽ പരമാവധി വോൾട്ടേജ്. ഓക്കെ, എതിർ ദിശയിൽ പരമാവധി. എതിർ ദിശയിൽ പരമാവധി. ഓക്കെ, അതെ, നമുക്ക് ഇതേ വോൾട്ടേജ് തന്നെയാണ്, വി എന്നുള്ള വോൾട്ടേജ് തന്നെയാണ് എതിർ ദിശയിൽ, നെഗറ്റീവ് ദിശയിൽ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇല്ല, ഈ പരമാവധി എന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്കൊരു മാക്സിമം എന്ന് കൂടി വേണം കൊടുക്കാം. മാക്സിമം. ഇത് പോസിറ്റീവ് ദിശയിൽ പരമാവധി വോൾട്ടേജ്, മാക്സിമം വോൾട്ടേജ്. ഇത് നെഗറ്റീവ് ദിശയിൽ മാക്സിമം വോൾട്ടേജ്. ഓക്കെ, ഇനി ലാസ്റ്റ് എത്ര സമയം? എത്ര? ഫുൾ ടൈം ആയി. എത്ര? ടി. തിരിഞ്ഞത് എത്ര? 360 ഡിഗ്രി. എന്താ ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടോ? ഇല്ല, 0. അതുകൊണ്ട് തന്നെ EMF 0. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഉണ്ട്. ഇനി ഒരു 3 പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു 3 പോയിന്റ് പറഞ്ഞിട്ട് മാഷ് നിർത്താം. 3 പോയിന്റ്. 1, 0 ഡിഗ്രി, അതേപോലെ 0 ഡിഗ്രി, 180 ഡിഗ്രി, അതേപോലെ 360 ഡിഗ്രി. ഓക്കെ, ഏതെല്ലാം? 0 ഡിഗ്രി, 180 ഡിഗ്രി, 360 ഡിഗ്രി. എത്ര EMF? 0. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത് എന്താണ്? ആർമേച്ചറിന്റെ പ്രതലം കാന്തിക ബലരേഖകൾക്ക് ലംബമാണ്. അതുകൊണ്ട് ഫ്ലക്സ് വ്യതിയാന നിരക്ക് 0ആണ്. അതുകൊണ്ട് EMF 0ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, ഒരു ചിത്രം തന്നിട്ട് ആർമേച്ചറിനെ കാന്തത്തിന്റെ അടുക്ക് വെക്കും, ഇതിലേതും ഒന്ന് തന്നെ ചോദിക്കും. ഇപ്പോൾ ഇതിൽ EMF പരമാവധിയാണോ അല്ല 0ആണോ എന്ന് ചോദിക്കും. അപ്പൊ നോക്കണം, ആർമേച്ചറിന്റെ പ്രതലം കാന്തിക ബലരേഖകൾക്ക് ലംബമാണോ എങ്കിൽ ഫ്ലക്സ് വ്യതിയാന നിരക്ക് 0ആണ്, EMF 0ആണ്. ഓക്കെ, ഇനി എവിടെയാ കുഞ്ഞോളെ? ഇത് 90 ഡിഗ്രി, അതേപോലെ 90 ഡിഗ്രി, 270 ഡിഗ്രി. ഈ പറയപ്പെട്ട 2 കോണളവുകളില് EMF പരമാവധിയാണ്. എന്തുകൊണ്ട്? ആ 2 കോണളവുകളിൽ, ഇതും ആ 2 കോണളവുകളിൽ കാന്തിക ബലരേഖകൾക്ക് സമാന്തരമാണ് ആർമേച്ചറിന്റെ പ്രതലം. ഓക്കെ, അപ്പോൾ EMF എന്താണ്? പരമാവധിയാണ്. എന്തുകൊണ്ട്? ഫ്ലക്സ് വ്യതിയാന നിരക്ക് അപ്പോൾ പരമാവധിയാണ്. ഓക്കെ, അപ്പൊ സമാന്തരമാകുമ്പോൾ പരമാവധി EMF, കാരണം ഫ്ലക്സ് വ്യതിയാന നിരക്ക് പരമാവധി. അതേസമയം ലംബമാകുമ്പോൾ ഫ്ലക്സ് വ്യതിയാന നിരക്ക് 0, അതുകൊണ്ട് EMF 0. ഇനി ഒന്നുകൂടി ലാസ്റ്റ്, ഈ 2 കോണളവുകളിൽ ഏതെല്ലാം? ഈ 2 കോണളവ് 90ലും 270ലും EMF പരമാവധിയാണ്. കാരണം പറഞ്ഞു, പക്ഷെ പരമാവധിയാണെങ്കിൽ എതിർദിശയിലെ പരമാവധി. ഇവിടുത്തെ പരമാവധിയാണ് ഇവിടുത്തെ പരമാവധി അല്ല. ഇത് ഏത് ദിശയിലാണ് പരമാവധി? അതിന്റെ എതിർദിശയിലാണ് ഇവിടെ പരമാവധി. എന്തുകൊണ്ട് ദിശ മാറി? കാരണം ഇവിടെ ഫ്ലക്സിനെ ഛേദിക്കുന്നത് എങ്ങോട്ടാണോ അതിന് എതിർദിശയിലാണ് ഇവിടെ ഫ്ലക്സിനെ ഛേദിക്കുന്നത്. ഫ്ലക്സിനെ ഛേദിക്കുന്ന ദിശ മാറിയത് കൊണ്ടാണ്. ക്ലിയർ ആണോ? സംശയമില്ലല്ലോ. അപ്പൊ AC ആദ്യം ഇങ്ങനെ നല്ല ക്ലിയർ ആയല്ലോ. ഇനി AC യുമായി ബന്ധപ്പെട്ട 2 ടെക്നിക്കൽ ടേം നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും. ഓക്കെ.